ഫസ്റ്റ് എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം ഡെഫിനേഷൻ. വെൻ എൻ ഒബ്ജക്റ്റ് മൂവ്സ് ഓർ ട്രൈസ് ടു മൂവ്സ് ഓവർ എ സർഫസ് ഇൻ കോണ്ടാക്ട് ഈ പാരലൽ ഫോഴ്സസ് ഡെവലപ്പ് ബിറ്റ്വീൻ ദി ടു സർഫസസ് ഇൻ കോണ്ടാക്ട് എഗെയിൻസ്റ്റ് റിലേറ്റീവ് മോഷൻ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് എസ് ഫ്രിക്ഷൻ. അതായത് ഇപ്പോൾ ഒരു ഫ്ലോറാണെന്ന് വിചാരിക്കും, ഇതിൻ്റെ മുകളിലൊരു നമ്മളൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് മൂവ് ചെയ്യാണ്, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കുകയാണ് ഈ ബ്ലോക്കിനെ മൂവ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഈ രണ്ട് സർഫസസിൻ്റെ ഇടയിൽ ഒരു പാരലായിട്ടുള്ള ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇവിടേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ നോക്കി, അപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പാരലായുള്ള ഫോഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തു എഗെയിൻസ്റ്റ് ദി റിലേറ്റീവ് മോഷൻ. ഇത് തമ്മിലുള്ള മോഷൻ്റെ ഇടയിൽ ഒരു പാരലൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ബാക്ക്വേർഡ് ഡെവലപ്പ് ചെയ്തു. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യണമെന്ന് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഏരിയ ഓഫ് ദി കോണ്ടാക്റ്റ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ബ്ലോക്കാണെന്ന് വിചാരിക്കും, ഈ ബ്ലോക്കിനെ നമുക്ക് പല രീതിയിൽ മറിച്ചിടാം. റെക്റ്റാങ്കുലർ ബ്ലോക്കാണെന്ന് വിചാരിക്കും, ലെങ്ത് വൈസ് അതുപോലെ ഹൈറ്റ് വൈസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ദി കോണ്ടാക്റ്റ് നമ്മുടെ ഗ്രൗണ്ട് ആയിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ഏരിയ ഓഫ് ദി കോണ്ടാക്റ്റ്, പിന്നെ നോർമൽ ഫോഴ്സും. അതായത് ഇതിവിടെ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എവിടേക്കായിരിക്കും? വെയിറ്റ് mg എന്ന് പറയുന്നത് താഴത്തേക്കായിരിക്കും. അതുപോലെ തന്നെ നോർമൽ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. അപ്പോൾ നല്ല വെയിറ്റുള്ള സാധനം വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നോർമൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നോർമൽ ഫോഴ്സിനെ ആശ്രയിച്ചിരിക്കും, അതുപോലെ തന്നെ വെയിറ്റിനെ ആശ്രയിച്ചിരിക്കും ബോഡിയുടെ നേച്ചർ ഓഫ് ദി സർഫസ്. അതായത് ഇതിപ്പോൾ റഫ് സർഫസ് ആണെങ്കിൽ അതിൻ്റെ നേച്ചർ, സ്ലോപ്പി സർഫസ് ആണെന്നിട്ടുണ്ടെങ്കിൽ അധികം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. സ്ലിപ്പ് ചെയ്ത് പോണ സർഫസാണെന്ന് വിചാരിച്ചത് അപ്പോൾ അധികം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ റഫ് സർഫസ് ആണെങ്കിലോ അത് ഈ സർഫസിൻ്റെ പ്ലെയിനും അതുപോലെ തന്നെ നമ്മൾ വെക്കണ സർഫസിൻ്റെ പ്ലെയിനും തമ്മിലുള്ള ഇറഗുലറിറ്റീസ് കാരണം കൂടുതൽ എന്തുണ്ടായിരിക്കും? ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഇൻ്റർലോക്കിംഗ് ഉണ്ടായിരിക്കും, ഫ്രിക്ഷൻ കൂടും. പിന്നെ ലൂബ്രിക്കൻസി ഇഫക്റ്റ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഗ്രാഫൈറ്റ്, സോളിഡ് ലൂബ്രിക്കൻറ്റിന് ഉദാഹരണമൊക്കെയാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതിൻ്റെ ഇടയിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് വല്ലതും ഉണ്ടോ സർഫസിൽ, ഇതൊക്കെ ഫ്രിക്ഷൻ ഇഫക്റ്റ് ചെയ്യണ ഫാക്ടേഴ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രിക്ഷൻ നമ്മളൊരു ഫ്രണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമുക്ക് വാക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമ്മളെ ടീച്ചർമാർ ബോർഡിൽ എഴുതുന്നത് ഫ്രിക്ഷൻ കാരണമാണ്, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. വെഹിക്കിൾസ് മൂവ് ചെയ്യണത് ഒരു ഗ്രൗണ്ടിൽ സ്ലിപ്പിംഗ് കൂടാണ്ട് ഫ്രിക്ഷൻ കാരണമാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഹീറ്റ് ഉണ്ടായിരിക്കും രണ്ട് സർഫസസ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ വിയർ ആൻഡ് ടയർ ദ്രവിച്ച് പോകലൊക്കെ ഉണ്ടാവും. ടാറിട്ട റോഡിൽ കൂടെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കാമെന്നായിരിക്കും ഗ്രേറ്റ് സ്പീഡിൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെരുപ്പിൻ്റെ അടിഭാഗമൊക്കെ തേഞ്ഞ് പോകണമെന്നൊക്കെ, ഹീറ്റ് ഡെവലപ്പ് ചെയ്യും സർഫസിൻ്റെ ഇടയിൽ. ഇതൊക്കെ ഫ്രിക്ഷൻ കാരണമാണ്. ഫ്രിക്ഷൻ കാരണം ഈവൻ നമുക്ക് സ്പീഡ് റെഡ്യൂസ് ചെയ്യും നമ്മുടെ സ്പീഡ് പോലും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.